നൂർനാട് CPIM നേതാവിന്റെ നേതൃത്വത്തിൽ കുടുംബത്തെ ഇറക്കിവിട്ട സംഭവത്തിൽ LC സെക്രട്ടറി നൌഷാദിനെതിരെ സ്ഥലം ഉടമ LC സെക്രട്ടറിയുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി മുൻപ് സ്ഥലം ആവശ്യപ്പെട്ടിരുന്നു. ഇത് നൽകാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പറയുന്നത്. CPIM ആരോപിക്കുന്നത് പോലെ ആരുമായും സാമ്പത്തിക ഇടപാടുകൾ ഇല്ലെന്നും സ്ഥലം ഉടമ ജമാൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അപ്പോൾ അവർ ഈ പറയുന്നത് പോലെ കൈവശാവകാശം പട്ടയഭൂമിയായിട്ട് നൽകിയ സ്ഥലമാണ്, അതൊക്കെ സത്യമാണോ? കൈവശാവകാശമുള്ള ഭൂമിയാണ്, കൈവശാവകാശമാണ്, പട്ടയമില്ല. EMS ഭവന പദ്ധതി ഉൾപ്പെടുത്തി നമുക്ക് വീടൊന്നും കിട്ടിയിട്ടില്ല. നമുക്കിതുവരെ അങ്ങനെ സർക്കാരിന്റെ കയ്യിൽ നിന്നുള്ള ഒരു യാതൊരു വിധമായ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. അതെന്റെ ഫാദർ 2008 വെച്ച വീടാണത്. അല്ലാതെ നമുക്ക് അങ്ങനെയുള്ള ഫണ്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. വിവരങ്ങളുമായി ദേവൻ MP ചേരുകയാണ്. ദേവൻ, നേരത്തെ ഈ പുറമ്പോക്ക് ഭൂമിയിൽ ഇടപെട്ടതാണ് എന്നൊക്കെയാണ് CPIMന്റെ പ്രാദേശിക നേതൃത്വം പറയുന്നത്. എന്നാൽ അതല്ല എന്നാണ് ഉടമയുടെ വാദം. രുചീഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തെ അവിടെ നിന്നും വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് വീട് പൂട്ടി കൊടികുത്തിയ സംഭവത്തിലാണ് CPM പ്രാദേശിക നേതൃത്വം ഇത്തരത്തിലൊരു വിശദീകരണം ആദ്യഘട്ടത്തിൽ നൽകിയത്. കനാൽ പുറമ്പോക്ക് നിൽക്കുന്ന ജമാലിന്റെ ഈ ഭൂമി അത് കൈവശാവകാശം ലഭിച്ചതാണെന്നും അതിലേക്ക് EMS ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീട് അനുവദിച്ച് നൽകിയിരുന്നതും എന്നാണ് CPM പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീട് കൈമാറ്റം ചെയ്തപ്പോൾ അത് തടയാനുള്ള ശ്രമമായിട്ടാണ് ഇത്തരത്തിൽ വീട് പൂട്ടിയത്, പുറത്തുനിന്നും പൂട്ടി കുടുംബത്തെ അവിടെ നിന്നും ഇറക്കി വിട്ടതെന്നായിരുന്നു CPM പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ ഇതിനെല്ലാം തന്നെ തെള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സ്ഥലമുടമയായിട്ടുള്ള ജമാൽ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. LC സെക്രട്ടറി ആയിട്ടുള്ള നൌഷാദ് മുൻപ് ഈ ഒരു ബിസിനസ് ആവശ്യങ്ങൾക്കായി തന്റെ സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുൻപ് പലതവണ ഈ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് CPM നേതാക്കളടക്കം തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറഞ്ഞിരുന്നു. എന്നാൽ വർഷങ്ങളായി താൻ അവിടെ താമസിച്ചിരുന്ന ഭൂമി വിട്ടു നൽകാൻ ഒരുക്കമായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇപ്പോൾ ജോലിയുടെ ആവശ്യത്തിനായി ജമാൽ ഇപ്പോൾ അബുദാബിയിലേക്ക് പോയ സമയത്ത് മാതാവിനെ അവിടെ നിന്നും മാറ്റി തിരുവനന്തപുരത്തേക്കുള്ള ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരുന്നു. അതിനെ തുടർന്നാണ് തന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അർഷാദിന് ഈ ഒരു വീട് തൽക്കാലത്തേക്ക് താമസിക്കാൻ നൽകിയിരുന്നത് എന്നാണ് പറയുന്നത്. താൻ മടങ്ങി വരുമ്പോൾ ആ വീട് തിരിച്ച് തനിക്ക് തന്നെ നൽകണമെന്നുള്ളൊരു നിബന്ധനയിലാണ് ഈ വീട് ഇപ്പോൾ മാറ്റി നൽകിയിരുന്നത്. എന്നാൽ ഈ ബിസിനസ് ആവശ്യങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടതിന് ശേഷം ഈ പലതവണ ഈ വീടും സ്ഥലവും ആവശ്യപ്പെട്ടപ്പോഴെല്ലാം തന്നെ അതിനെ നിഷേധിച്ചതിന്റെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിനോടുള്ള വിരോധമാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രവൃത്തിക്ക് ഇപ്പോൾ CPM നേതാക്കൾ തുനിഞ്ഞതെന്നാണ് ഇപ്പോൾ സ്ഥലമുടമയായിട്ടുള്ള ജമാൽ പറയുന്നത്. മാത്രമല്ല ഈ CPM നേതാക്കൾ പറയുന്നത് പോലെ തന്നെ ഈ പലരുമായി അവിടെ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നുവെന്നും പലർക്കും ജമാൽ ആ സ്ഥലത്ത് പണം നൽകാനുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇല്ല എന്നാണ് ജമാൽ പറയുന്നത്. തനിക്ക് ആരുമായും അവിടെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നില്ല. അതെല്ലാം തന്നെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അതിനെ പ്രതിരോധിക്കാനായി CPM നേതാക്കൾ പറയുന്ന വ്യാജ പ്രചരണമാണെന്നാണ് ജമാൽ ഇപ്പോൾ ന്യൂസ് മലയാളത്തിനോട് പറയുന്നത്. ഏതായാലും സംഭവത്തിൽ പോലീസും കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച പരാതി നൂർനാട് പോലീസ് നൽകിയിട്ടും ഇതുവരെയും ഈ വീട് പൂട്ടിയതുമായി ബന്ധപ്പെട്ട് കേസ് നിലവിൽ എടുത്തിട്ടില്ല. എന്നാൽ അന്ന് അവിടെ സംഘർഷം ഉണ്ടാക്കിയ ആളുകളുടെ പേരിൽ നിലവിൽ ഇപ്പോൾ നൂർനാട് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കുടുംബത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിനോ അല്ലെങ്കിൽ മറ്റ് ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ തന്നെ ബലപ്രയോഗിച്ച് ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതുമായി ബന്ധപ്പെട്ട് ഹർജിക്കാരിയായിട്ടുള്ള റിജുല നൽകിയ പരാതിയിൽ ഇതുവരെയും നിയമ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഇപ്പോഴും സ്ഥലത്ത് ഈ കുടുംബത്തിന് നേരെ CPM ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് ഈ വീട്ടിലേക്ക് താമസം ഇതുവരെ മാറ്റിയിട്ടില്ല. ഇപ്പോഴും റിജുലയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം ബന്ധുവീട്ടിൽ തന്നെയാണ് താമസം തുടരുന്നത്. സുജീഷ്, ശരി ദേവൻ.